വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നാടകീയ രംഗങ്ങൾ. കേളക്കവലയിൽ ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ ആധാരം തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബത്തിന്റെ പ്രതിഷേധം. രാജേന്ദ്രൻ നായർക്ക് അനുവദിച്ച വായ്പാ തുക പോയത് കേസിലെ പ്രതിയായ സജീവൻ കൊല്ലപ്പള്ളിയുടെ അക്കൗണ്ടിലേക്കെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുടുംബത്തിന്റെ പ്രതിഷേധം, വിവരങ്ങൾ സുർജിത്ത്. റിജിത്ത്, 2023 രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്യുന്നത്. വീടിനടുത്ത് വിഷം കഴിച്ച നിലയിൽ, അങ്ങനെയാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വായ്പാ തട്ടിപ്പിന്റെ ഇരയാണ് രാജേന്ദ്രൻ നായർ. ഇപ്പോൾ വലിയൊരു പ്രതിഷേധം ഈ ബാങ്കിന് മുന്നിൽ നടക്കുകയാണ്. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ രാജേന്ദ്രൻ നായരുടെ 95 വയസ്സ് പ്രായമുള്ള അച്ഛൻ ശ്രീധരൻ നായരെ കുടുംബം ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടേക്ക് എത്തിച്ചതിന്റെ താഴെ, ഇതിന്റെ താഴ്ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ബാങ്കിന് മുന്നിൽ കിടത്തിയിരിക്കുകയാണ്. അദ്ദേഹം വയോവൃദ്ധനാണ്. അദ്ദേഹത്തിന്റെ ഈ കുടുംബത്തിന് വേണ്ട ഒരു ആധാരം തിരിച്ചു നൽകാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. തട്ടിപ്പിന്റെ ഇരകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ, അതായത് ആധാരം തിരിച്ചു നൽകുന്ന കാര്യത്തിൽ തീരുമാനമില്ലാതെ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള തരത്തിലുള്ള വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ രാജേന്ദ്രൻ നായർ എടുത്ത ആ വായ്പാ തുക പൂർണ്ണമായും പോയത് കേസിലെ പ്രതിയായിട്ടുള്ള ഈ സജീവൻ കൊല്ലപ്പള്ളിയുടെ അക്കൗണ്ടിലേക്കാണെന്നുള്ള സഹകരണ വകുപ്പ് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസി, അതായത് വിജിലൻസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ആ അന്വേഷണത്തിലും ഈ ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കണ്ടെത്തലിന്റെ എല്ലാം തന്നെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇവർ എത്താനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇന്ന് രാവിലെ സൂചനാ സമരം നടത്തിയിരുന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇതിനും തീരുമാനം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഈ പ്രതികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഈ തുക സർചാർജായി കണ്ടുകെട്ടാനുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും അതും എവിടേക്കും എത്താത്ത ഒരു സാഹചര്യമുണ്ട്. 60 ലക്ഷം രൂപയാണ്, 55 ലക്ഷത്തോളം രൂപയാണ് ഈ ബാങ്കിലേക്ക് തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഈ കുടുംബം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് വീട്ടുകാരെല്ലാം ഇവിടെയുണ്ട്. രാജേന്ദ്രൻ നായരുടെ ഭാര്യ ജലജ, അതോടൊപ്പം മക്കളായിട്ടുള്ള രാംജിത്ത്, ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒപ്പം തന്നെ ഈ സമരസമിതിയുടെ ആളുകളുണ്ട്. ഒപ്പം വായ്പാ തട്ടിപ്പിന്റെ മറ്റ് ഇരകളുണ്ട്. അവരെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് എത്താൻ ഇത് ഇവരൊരു പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിച്ചില്ല. വേറൊരു ഗതിയില്ലാത്ത ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. ഞങ്ങൾ പശുവിന്റെ പാലും കൊണ്ട് മുമ്പോട്ട് ജീവിക്കുന്ന വരുമാനമില്ല. എന്തായാലും അതാണ് ഇവർ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് എത്താൻ? ശ്രീധരൻ നായരെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ ബാങ്ക് കൊന്നു. സ്വന്തം തന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന രാജേന്ദ്രൻ നായരെയും ഈ ബാങ്ക് കൊന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ ഡോക്യുമെന്റും 5-8 വർഷമായിട്ട് 17 ഇവിടെ ബാങ്കിൽ പണയപ്പെടുത്തിയാണ്. പണം മുഴുവൻ തട്ടിപ്പുകാർ കൊണ്ടുപോയി. ഒരു നീതിയും സർചാർജ് ഉത്തരവ് നടപ്പാക്കാനോ ഒരു തരത്തിലുള്ള നീതിയും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഈ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സർക്കാർ കുറെ വാഗ്ദാനങ്ങൾ അന്ന് രാജേന്ദ്രൻ നായർ മരിച്ചപ്പോൾ എഴുതി തന്നിരുന്നു, പാലിക്കപ്പെട്ടിട്ടില്ല. സർചാർജ് ഉത്തരവ് മന്ത്രിയുടെ കസ്റ്റഡിയിൽ 2.5 കൊല്ലം ഇരുന്നു. തള്ളിയായിരുന്നെങ്കിൽ അവരുടെ തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്തും മുതലും കണ്ടുകെട്ടിയിട്ട് ഈ ആളുകളുടെ ആധാരം തിരികെ കൊടുക്കാമായിരുന്നു. നടപടി വന്നില്ല. വിജിലൻസ് കേസിൽ അവര് ഒരു നടപടിയും ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ പ്രതികൾ രാജാക്കന്മാരെ പോലെ നടക്കുന്നു. പാവങ്ങൾ ആത്മഹത്യയുടെ വക്കീലാണ്. ഈ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇനി ഈ ആധാരം വാങ്ങാതെ ഈ വയോവൃദ്ധൻ വീട്ടിലേക്കില്ല, ഇവിടെ കിടന്ന് മരിക്കാമെന്ന് അദ്ദേഹം ബോർഡിൽ എഴുതി വെച്ചിട്ടാണ് വന്ന് കിടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സമരം ധാർമ്മികമാണ്. അതിനെ ഒരു പൊതുപ്രവർത്തനം നൽകി ഞങ്ങളെല്ലാം പിന്തുണയ്ക്കുകയാണ്. എന്തായാലും ഈ 60 ലക്ഷത്തോളം രൂപയാണോ ഇപ്പോൾ തിരിച്ചടവുള്ളത്? 60 ലക്ഷത്തോളം പൈസ ഉണ്ട് ഇപ്പം അടയ്ക്കാം. പക്ഷെ 60 ലക്ഷത്തോളം രൂപയുണ്ട് ഇപ്പം അടയ്ക്കാം. പക്ഷെ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഈ ബാങ്കിൻ്റെ ഉള്ളിൽ കയറി ഞാനും അച്ഛനും എൻ്റെ പിള്ളേരും കൂടി ആത്മഹത്യ ചെയ്യും. അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ജീവിക്കാൻ ഞങ്ങൾ പുറകോട്ടില്ല. മുമ്പോട്ട് വെച്ച കാല് പുറകോട്ടില്ല. ഇവിടെ കിടന്ന് മരിക്കും. എന്താണ് ഞങ്ങളുടെ ജീവിതം വളരെ ദയനീയമാണ്. പശുവിനെ കൊടുത്തിട്ട് പാൽ കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഇതിപ്പോൾ ഇവർ ഈ 2-2.5 കൊല്ലമായിട്ട് ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. മുന്നോട്ട് ഇനി സമരമായിട്ട് പോകാൻ ഇങ്ങനെ ഒരു പ്രായമുള്ള അച്ഛനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം അത്രയ്ക്കും വിഷമമാണ്. ഈ 2-2.5 കൊല്ലമായിട്ട് ഇവർ ഇത്രയും കാലമായിട്ട് ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ ആധാരം ഇതുവരെ തന്നിട്ടില്ല. എന്തായാലും ഇതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു വാദം. കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് ബാങ്കിന് മുന്നിൽ. അതായത് ഇവരുടെ ഡോക്യുമെന്റ്സ് നൽകും വരെ സമരം തുടരും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ നിങ്ങൾ സൂചനാ സമരം നടത്തിയില്ല? അതിലും ഇന്ന് രാവിലെ ഞങ്ങൾ സൂചനാ സമരം നടത്തി. ആ സൂചനാ സമരത്തിന്റെ മുന്നോടിയായിട്ട് ഞങ്ങൾക്ക് ഈ രാജേന്ദ്രൻ നായർ മരിച്ചിട്ട് ഇപ്പോൾ 2.5 വർഷത്തോളമായി. അന്ന് തഹസിൽദാർ ഞങ്ങൾക്ക് ഒപ്പിട്ട്
ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞു, ഇതുവരെയും കൊടുത്തില്ല. രാജേന്ദ്രൻ നായരുടെ കുടുംബം ആത്മഹത്യയുടെ വക്കീലാണ്, അവർക്ക് ജോലി നൽകാൻ ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞു. 2.5 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ സർചാർജ് ഉത്തരവ് പുറപ്പെടുവിക്കുകയല്ലാണ്ട് സർചാർജ് നടപ്പാക്കിയിട്ടില്ല. ഈ സർചാർജ് ഉത്തരവ് നടപ്പാക്കിയിട്ട് ബാങ്കിൽ നഷ്ടപ്പെട്ട പണം കണ്ടുകെട്ടി ഈ പാവങ്ങളുടെ പട്ടയം തിരികെ കൊടുക്കണം. ഈ രാജേന്ദ്രൻ നായരുടെ ഭാര്യ മരിച്ച 25 ലക്ഷത്തിൻ്റെ ജപ്തി നോട്ടീസ് വന്നപ്പോൾ അത് ഹൃദയം പൊട്ടിയാണ് മരിച്ചത്. ഈ പൈസ ഈ കാരണവർ കുറിയേറ്റ കാലത്ത് വെട്ടിപ്പിടിച്ച ഭൂമിയാണ്. എനിക്ക് എൻ്റെ സ്വന്തം ഭൂമിയിൽ കിടന്ന് മരിക്കാനുള്ള അവകാശമില്ല എന്നതിൽ അദ്ദേഹം ഭയങ്കര ദുഃഖിതനാണ്. അപ്പോൾ ബാങ്കിൻ്റെ ആധാരം ഇവിടെ ഇരിക്കണേ, എനിക്ക് ബാങ്കിൻ്റെ പട്ടയം നൽകണം, ഇല്ലെങ്കിൽ ഞാൻ ബാങ്കിൻ്റെ മുമ്പിൽ കിടന്ന് മരിച്ചുകൊള്ളാവുന്ന ഒരു തീരുമാനത്തിലാണ് രാജേന്ദ്രൻ നായരുടെ അച്ഛൻ ഇന്ന് ഇവിടെ സമരവുമായി വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ സംസാരിച്ചോ, പ്രസിഡന്റുമായിട്ട് സംസാരിച്ചോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരുന്നു. പ്രസിഡന്റ് എല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. കേസല്ലേ, കേസിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്നാണ്. ഈ ഹൈക്കോടതിയിലെ കേസിൽ ഈ ഭരണസമിതി പോലും കക്ഷി ചേർന്നില്ല. ഇത്രയും 2-3 വർഷമായിട്ടും ഈ പൈസ തിരിച്ച് നൽകാൻ വേണ്ടി ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. ഭരണസമിതിയും ഇവരെ അനുകൂലിക്കുന്ന നിലപാടാണുള്ളത്. ഭരണസമിതി ശക്തമായി ഇടപെട്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ചെയ്ത് ഈ കേസ് നടപ്പാക്കാനുള്ള സാഹചര്യത്തിലേക്ക് ഹൈക്കോടതിയും പോകണം. ബാങ്കും തകർച്ചയുടെ വക്കീലാണ്. ബാങ്കിനെ തകരാണ്ടിരിക്കാൻ ഭരണസമിതിയും ശ്രദ്ധിക്കണം. ഈ കൊള്ളയെല്ലാം ശരിയാണെന്ന് കണ്ടെത്തി, വിജിലൻസ് കണ്ടെത്തി, ED കണ്ടെത്തി, ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തി. 100% തെളിയിക്കപ്പെട്ട ഒരു കേസ് ഉണ്ടായിട്ട് പോലും ഈ തട്ടിപ്പ് നടത്തിയവർ പകൽമാന്യന്മാരെ പോലെ ഇതിൽ നടക്കുവാണ്. സമൂഹത്തിനെ മൊത്തം പുച്ഛിച്ച് തള്ളിക്കൊണ്ട്. പ്രതികളുടെ സാഹചര്യം എന്താണ്? പ്രതികൾ ഒന്നും സംഭവിക്കാത്ത മട്ടിലാണ് ഇവിടെ നടക്കുന്നത്. അതൊന്നും സംഭവിക്കില്ല, ഒന്നും ചെയ്യാൻ പോകില്ല എന്ന അവസ്ഥയിലാണ് പ്രതികൾ. അവർ പൈസകളൊക്കെ വേറെ വിധത്തിൽ ചെലവഴിക്കുന്നു, മരക്കച്ചവടം നടത്തുന്നു, വലിയ വണ്ടികൾ എടുക്കുന്നു. അങ്ങനെ അവർ ഭയങ്കര ലാവിഷായിട്ട് സമൂഹത്തിൽ മാന്യന്മാരായിട്ട് ഇപ്പോഴും നടക്കുവാണ്, പാവങ്ങളെ പറ്റിച്ചുകൊണ്ട്. എന്തായാലും ഇതാണ്, ഇങ്ങനെ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം മാത്രമല്ല, ഈ ബാങ്കിന്റെ ഇരകളായിട്ടുള്ള നിരവധി ഈ തട്ടിപ്പിന് ഇരകളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡാനിയൽ എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹവും ഈ തട്ടിപ്പിന്റെ ഇരയാണ്. എടുക്കാത്ത വായ്പയ്ക്ക് പണം തിരിച്ചടക്കേണ്ട അവസ്ഥയിലേക്ക് ഇവരൊക്കെ മാറിയിരിക്കുകയാണ്. ഡാനിയലും ഡാനിയലിന്റെ ഭാര്യ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക്? ഒരു നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് നീങ്ങിയത്. എല്ലാ രേഖകളും കൃത്യമായിട്ടുള്ളത് അത് പ്രാബല്യത്തിലേക്ക് ഇവർ കൊണ്ടുവരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ചെറിയ സമരം ഇല്ല ഇല്ല പിന്നോട്ടില്ല. സുജിത്ത്, രാജേന്ദ്രൻ നായരുടെ 95-കാരനായ പിതാവ് അടക്കം എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ബാങ്ക് എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ബാങ്ക് എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ? അവരോട് സംസാരിക്കുമ്പോൾ ബാങ്ക് വിശദീകരിക്കുന്നത് എന്താണ് സുജിത്ത്? റീജിത്ത്, ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നില്ല. ഇവർക്ക് തട്ടിപ്പിനിരയായവർക്ക് സർചാർജ് ഈടാക്കി ആ ആധാരം ഉൾപ്പെടെ തിരികെ നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും വരുന്നത്. ആ ആവശ്യം പരിഗണിക്കാൻ ബാങ്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് എത്തിയത്. ഈ കേസിലെ KK എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിരുന്നു ഇത്. ആ KK എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, അതിൽ സജീവൻ കൊല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ഈ തട്ടിപ്പ് നടത്തിയതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കേസിലും വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലും പ്രതികളാണ്. ഈ പ്രതികൾ ആയ സാഹചര്യത്തിൽ ഇവർ ജയിലിൽ കഴിയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. എന്തായാലും അങ്ങനെ ഒരു പ്രതിഷേധം, അത് പ്രതിഷേധത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആധാരമടക്കമുള്ള തട്ടിപ്പിന്റെ ഇരയായിട്ടുള്ള ആളുകൾ ആധാരമടക്കമുള്ള കാര്യങ്ങൾ നൽകാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ ശബ്ദത്തിലേക്ക് ഇവർ എത്താനുള്ള കാരണം. സമരസമിതിയുണ്ട്, സമരസമിതിയുമായി ബന്ധപ്പെട്ട് ആളുകൾ അവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രാജേന്ദ്രൻ നായരുടെ പിതാവ് ശ്രീധരൻ നായരെ ഇവിടേക്ക് എത്തിച്ച, അദ്ദേഹം രോഗിയാണ്, 95 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ച ഒരു സാഹചര്യം നമുക്കറിയാം. 2023 ആണ് രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്യുന്നത്. വീടിന്റെ സമീപത്തുള്ള തൊട്ടടുത്ത വീട്ടിലെ പറമ്പിലാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വിഷം ഉള്ളിൽ ചെന്ന നിലയിലായിരുന്നു. അന്ന് തന്നെ ചില തീരുമാനങ്ങൾ തഹസിൽദാർ ഒപ്പിട്ട് നൽകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മക്കൾക്ക് ജോലി അടക്കമുള്ള കാര്യങ്ങൾ വാഗ്ദാനമായി നിലനിന്നിരുന്നു. പക്ഷേ അതിനകത്തൊന്നും തന്നെ ഒരു ഇടപെടലോ ഒരു തീരുമാനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുടുംബം കഴിയുന്നത് പാല് വിറ്റ് കഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. വലിയ ഗതികേടിലാണ് ഈ വായ്പാ തട്ടിപ്പിന്റെ ഇരകളായിട്ടുള്ള മനുഷ്യർ. ഒരാളല്ല, ഇതിനകത്ത് 30ഓളം പേർ തട്ടിപ്പിന്റെ ഇരകളായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ശക്തമായ സമര മുഖത്തേക്ക് ഇവർ എത്താനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സമരം എന്ന തരത്തിൽ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയെ കൊന്ന, എന്നെ സംരക്ഷിച്ചിരുന്ന എൻ്റെ രാജേന്ദ്രനെ കൊന്നവരെ എൻ്റെ ജീവൻ കൂടി എടുത്തുകൊള്ളൂ എന്നുൾപ്പെടെയുള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളുക, പട്ടയരേഖകൾ ഉടൻ മടക്കി നൽകുക, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി
ജോലി നൽകുക, കടക്കണിയിൽ മൂലം മരിച്ച രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കുക, അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മകന്റെ കൊലയാളികളെ ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ നാടകീയമായ രംഗങ്ങൾ ഈ ബാങ്കിന്റെ മുന്നിൽ. വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് ബാങ്കിലാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടാവുന്നത്. കേളക്കവലയിൽ ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ ആധാരം തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബത്തിന്റെ പ്രതിഷേധം. രാജേന്ദ്രൻ നായരുടെ 95-കാരനായ പിതാവ് ശ്രീധരൻ നായരെ ബാങ്കിൽ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ കുടുംബം പ്രതിഷേധം നടത്തുന്നത്. മറ്റു വഴിയില്ല, അതുകൊണ്ട് ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്ന് കുടുംബം വിശദീകരിക്കുന്നുണ്ട്. ബാങ്ക് പക്ഷേ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.